ഹാറ്റ്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊന്നൊരു കുഞ്ഞു പണിയായിട്ട് ഇറങ്ങിയതാണ്. അതായത് നമുക്ക് കുളിക്കുമ്പോൾ തേക്കാനായിട്ട് ഓയിൽ ഉണ്ടാക്കണം. അപ്പോൾ മുടി പൊഴിച്ചിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം കുറച്ച് ഓയിൽ കാച്ചിയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് പച്ചിലകളൊക്കെ വെച്ചിട്ട്, അതായത് നമ്മുടെ കൈതോന്നി, കരിയാപ്പ്, പിന്നെ കറ്റാർവാഴ ഇതൊക്കെ ചേർത്തിട്ട്, അപ്പോൾ അതൊക്കെ പിച്ചാൻ വേണ്ടിയിട്ട് ഞാൻ പറമ്പിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പിച്ചിയിട്ട് വന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൈതോന്നി. ഇതിനെ വേറെ കണ്ടല്ലോ, ഒത്തിരി ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് പിച്ചിയെടുക്കും. ഹാറ്റ്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എണ്ണ കാച്ചാനുള്ള കൈതോന്നി, കരിയാപ്പ്, കറ്റാർവാഴ, ഒരു കുഞ്ഞു സവാള അത്രയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇനി ഒന്ന് ചതച്ചതിൻ്റെ നീരെടുക്കാം. അപ്പോൾ നീരെടുത്തിട്ട് വരാം. എല്ലാം ചതച്ച് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിച്ച് നമുക്കിതിനൊന്ന് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇതിനൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അലോവേരയുടെ ജെല്ലും ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് അലോവേരയുടെ ജെല്ല് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. ഇനി അങ്ങനെ നമ്മുടെ എണ്ണ ഇവിടെ പാകമായിട്ടുണ്ട്. തണുക്കുമ്പോൾ ഇതൊരു കുപ്പിയിലോട്ട് ഒഴിച്ച് മാറ്റാം. ഇങ്ങനെ നമ്മുടെ എണ്ണ ഇവിടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇത്ര കാച്ചിയ എണ്ണയിൽ ചേർത്തിട്ടുള്ളത് ഒന്ന് കൈതോന്നിയാണ്. കൈതോന്നിയുടെ ഗുണങ്ങളെന്ന് പറയുമ്പോൾ തലമുടി, നമ്മുടെ ഹെയർ കറുപ്പിക്കാനും നല്ല തണുപ്പ് കിട്ടാനും തലമുടി നല്ല ഉള്ളോട് വളരുവാനും നല്ലതാണ്. നല്ല ആരോഗ്യമുള്ള മുടികൾ വളർന്നു വരുവാൻ നല്ലതാണ് നമ്മുടെ കൈതോന്നി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അലോവേറ ജെല്ലെന്ന് പറയുമ്പോൾ നമ്മളെ കറ്റാർവാഴ ജെല്ല് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും മുടി നല്ലപോലെ തഴച്ച് വളരുവാനും, മുടി നല്ല കട്ടിയുള്ള, ചിലരുടെ മുടിയെന്ന് പറയുമ്പോൾ പഞ്ഞി പോലെ ഇരിക്കും, അല്ലാണ്ട് നല്ല കട്ടിയുള്ള മുടിയായിട്ട് വളരുവാനും നല്ലതാണ്. പിന്നെ ഒന്ന് അതിൽ ചേർത്തിരിക്കുന്നത് സവോളയും തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും തലമുടി നല്ലപോലെ വളരുവാനും ബെസ്റ്റായിട്ടുള്ള ഒന്നാണ്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ കറിവേപ്പിലയാണ്. കറിവേപ്പിലയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. കറിവേപ്പില എന്ന് പറയുമ്പോൾ മുടി നല്ലപോലെ കറുത്ത നിറത്തിൽ വളരുവാനും തഴച്ച് വളരുവാനും പറ്റിയ ഒരു ഇതാണ്. പിന്നെ അതിൻ്റെ ഗുണങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഈ എണ്ണ തേക്കുമ്പോൾ അതിൽ നിന്ന് മാറി കിട്ടുന്നതാണ്. നല്ല ആരോഗ്യം, മുടിക്ക് നല്ല ആരോഗ്യവും ഒക്കെ കിട്ടുന്ന ഒന്നും കൂടിയാണ് നമ്മുടെ ഈ കറിവേപ്പ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിനകത്ത് ചേർക്കാൻ പറ്റാത്ത രണ്ട് സാധനം, അത് കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർക്കാം. നിങ്ങൾ എണ്ണ കാച്ചുന്ന സമയത്ത് ചേർക്കാൻ പറ്റിയാൽ നല്ലതാണ്. 5 തളിൻ്റെ ചെമ്പരത്തിയുടെ ഇലയോ പൂവോ മുട്ടോ കൂടി ചേർത്ത് എണ്ണ കാച്ചുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കുറച്ച് നല്ല ആരോഗ്യമുള്ള നല്ല മുടി വളരുന്നതിന് എണ്ണ കാച്ചി തന്നെ തേക്കുക. നമ്മൾ പുറത്തുനിന്ന് കാശ് കൊടുത്ത് ഹെയർ ഓയിലൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും ബെറ്റർ നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന എണ്ണ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി നിങ്ങളുടെ